ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 2 ഇപ്പോൾ കംപ്ലീറ്റ് ആയി ആൻഡ് ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ സീസൺ. പ്രത്യേകിച്ച് ആ സീസൺ ഫിനാലൊക്കെ ഗംഭീരമായിരുന്നു. ഇപ്പോൾ ഒരുപാട് ആക്ഷൻ ബാക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കമ്പയർ ടു മറ്റ് എപ്പിസോഡ് പോലെ ഇല്ല. ഒരു എൻഡിങ്ങിൽ കുറേയും കൂടി ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെക്കായിരുന്നു എന്നൊക്കെ പലർക്കും തോന്നുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു സ്റ്റോറി പാറ്റേൺ എങ്ങനെയാണ്. സോ എല്ലാ യുദ്ധങ്ങളും അല്ലെങ്കിൽ ഈ നടക്കുന്ന ഇവൻറ്റ്സൊക്കെ തന്നെ പടപടാതെ നടക്കുന്ന സാധനങ്ങളല്ല. അതിനിടയിൽ ഈ ക്യാരക്ടേഴ്സ് നടത്തുന്ന വലിയ വലിയ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോ ഇതിൽ തന്നെ ഈ ഒരു സീസൺ ഫിനാലിൽ ഇവർ കാണിച്ച കുറേ സാധനങ്ങളൊക്കെ, ഓരോ ക്യാരക്ടേഴ്സ് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, അടുത്ത സീസണിലേക്ക് ഇനി ആരുടെയൊക്കെ എൻട്രി ഉണ്ട്, ഇനി ഏതൊക്കെയാണ് വലിയ വലിയ ഇവൻറ്റ്സ് നടക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു മെയിൻ ഹൈലൈറ്റ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീസൺ ഫിനാലെ എൻഡ് ചെയ്തത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ് എൻഡിങ്. അതിൻ്റെ ഇടയിൽ ചെയ്ത ഇവരുടെ ഭാഗം ഇട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹാരൻ ഹെല്ലിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ, ചെറിയൊരു വിഷൻ്റെ സാധനമൊക്കെ ഒക്കെ ഗംഭീരമായിരുന്നു. കാരണം അത് ഈ ഗെയിം ഓഫ് ത്രോൺസായിട്ട് ഒരു ലിങ്ക് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. ആൻഡ് ദാറ്റ് വാസ് ക്വൈറ്റ് എ സർപ്രൈസ്. ആൻഡ് ഈ സാധനം ഈ ഒരു സീസൺ ഫിനാലിലെ പല ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളും ലീക്കായിരുന്നു. സോ കുറേ സ്പോയിലേഴ്സ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ട്വിറ്ററൊക്കെ തുറന്ന് ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടാണ് കണ്ടത്. സോ അതുകൊണ്ട് ഒരു ഫുൾ ആൻഡ് സാറ്റിസ്ഫൈങ് ഫീൽ എനിക്ക് കിട്ടിയെന്ന് പറയും. ഇത് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ ഒരു ഫീൽ കിട്ടില്ല. സോ ഈ സീസൺ മറ്റ് സീസൺ അപേക്ഷിച്ച് അല്ലെങ്കിൽ ആദ്യ സീസൺ അപേക്ഷിച്ച് ഒരുപാട് അതിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോരായ്മയൊക്കെ മാറ്റാൻ പറ്റുന്നൊരു സീസണായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഇത് കണ്ടുകൊണ്ടിരുന്ന കുറേ പേര് കമ്പയർ ടു ഗെയിം ഓഫ് ത്രോൺസ് ഇത് മനസ്സിലാവുന്നില്ല. അത് ഭയങ്കര ടൈം ജമ്പ് ഉണ്ട്, പിന്നെ ആ ഒരു ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണെന്ന് പറയുന്നതിൽ നിന്നും, അല്ലെങ്കിൽ ഇതിൽ വലിയ ബാറ്റിൽ സീക്വൻസുകളൊന്നുമില്ല, ഈ ഡ്രാഗൺസ് തമ്മിൽ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഫസ്റ്റ് സീസണിൽ കംപ്ലയിൻറ്റ് പറഞ്ഞവർക്കെല്ലാം തന്നെ ഫുൾഫിൽ ആവുന്ന സാധനമാണ് സെക്കൻഡ് സീസണിൽ നമ്മൾ കാത്തിരുന്നത്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടു. സ്പോയിലറായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ഒരു 8ാമത്തെ എപ്പിസോഡിന് അല്ലെങ്കിൽ ഈ സീസൺ ഫിനാലയുടെ എക്സ്പ്ലനേഷൻ അതിൽ ഒരുപാട് ഗംഭീര സാധനങ്ങൾ പറയാനുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തൊട്ടടുത്ത വീഡിയോ ആയിട്ട് പറയാം. പക്ഷേ സ്പോയിലർ ഫ്രീ ആയിട്ട് പറയുകയാണെങ്കിൽ ആ കഴിഞ്ഞ സീസണിൽ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞവർക്ക് എല്ലാം നിറഞ്ഞൊരു സീസൺ തന്നെയായിരിക്കും സീസൺ 2. ആൻഡ് ഇതിൽ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഒറ്റ പോരായ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡെയ്മണ്ട് ആ ഒരു വിഷൻസാണ്. ആ വിഷൻ ആദ്യമൊക്കെ കുറച്ച് രസം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പോകെ ഒന്ന് വലിപ്പിക്കണ പോലെ തോന്നി. പക്ഷേ ലേറ്റർ ഓൺ ഈ ഒരു സീസൺ ഫിനാലയിൽ ആ ഒരു വിഷൻ ഒരു കംപ്ലീഷൻ കൊടുത്ത് അത് ആ ഒരു സ്റ്റോറിയിൽ ലിങ്ക് ചെയ്ത് അതിനൊരു പാറ്റേൺ കൊണ്ടുവന്നത് ഗംഭീരമായി എന്ന് പറയാം. ആ സാധനം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അവരുടെ ആ ഒരു സ്ട്രക്ചറും അടിപൊളിയായിരുന്നു. പക്ഷേ അത് വേറെയും കുറച്ച് കഷ്ടമായിരുന്നു ആ ഒരു ഡയമണ്ട് ആദ്യത്തെ ഇനീഷ്യൽ വിഷൻസ് ഒക്കെ തന്നെ. പക്ഷേ അതിനും ഈ ഒരു സ്റ്റോറിയിൽ ആ ഒരു പാറ്റേണിൽ ആവശ്യകത ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു ഇതിൻ്റെ സീസൺ പ്രോഗ്രസ് ചെയ്തത്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് സീസൺ. ആൻഡ് ഈ സീസണിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്കെയിലും ഇതിൻ്റെ ആ ഒരു ബാക്കിയുള്ള ആർട്ടും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയാണ്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. റാമിൻ ജുവാഡ് ഇതിൽ ഗെയിം ഓഫ് ത്രോൺസിൽ നമ്മൾ കേട്ടു, ആ സാധനങ്ങൾ റിപ്പീറ്റ് ആവാൻ പാടില്ല. ഓൾറെഡി ഹൗസ് ഓഫ് ഡ്രാഗണിൻ്റെ ടൈറ്റിൽ ട്രാക്ക് മുതലേ കുറേ പേര് കംപ്ലയിൻറ്റ് പറഞ്ഞതാണ് വേറെ സാധനം പിടിക്കായിരുന്നു ഒക്കെ. പക്ഷേ ദാറ്റ് വാസ് നോട്ട് എ ക്ലാസിക്, അത് വിടാൻ പറ്റില്ല, അതൊക്കെ അതായിക്കോട്ടെ. പക്ഷേ പിന്നീട് അങ്ങോട്ട് അതിൽ ചെയ്തു വെച്ച് കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടു. അതിൽ നിന്നും റിപ്പീറ്റ് വരാത്ത പോലെ കുറേ സാധനങ്ങൾ ഇതിലുമുണ്ട്. സോ ഇതിൽ പ്രത്യേകിച്ച് ഈ സീസൺ ഫിനാലയിൽ ചെയ്ത കുറേ സാധനങ്ങൾ, അതിൻ്റെ ആ ഒരു എൻഡ് നോട്ടിൽ കൊടുത്തിട്ടുള്ള ആ ഒരു BGM, ദെൻ ആ ഒരു ബാറ്റിൽ, പ്രത്യേകിച്ച് റൂക്സ് ക്രിസ്റ്റൽ ബാറ്റിലൊക്കെ നടക്കുന്ന സമയത്തുള്ള ആ ഒരു എലിവേഷൻ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരു അഡ്രിനാലിൻ റഷ് നമുക്ക് തരുന്നു, അല്ലെങ്കിൽ ഒരു ഹൈ മൊമെൻറ്റിലേക്ക് നമ്മൾ എത്തിക്കുന്നത് പ്രത്യേകിച്ച് റാമിൻ്റെ മ്യൂസിക്കാണ്. സോ അതുകൊണ്ട് തന്നെ അതാണ് ഇതിലെ ഏറ്റവും ടോപ്പ് നോച്ച് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് പ്രൊഡക്ഷൻ സ്കെയിലിൻ്റെ കാര്യത്തിലും VFXിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കമ്പയർ ടു ഫസ്റ്റ് സീസണിൽ എനിക്കൊരു മൂഡി അറ്റ്മോസ്ഫിയർ ആയിരുന്നു മൊത്തത്തിൽ. ഒന്നങ്ങനെ തെളിയിച്ച് കാണിക്കാത്ത പോലെ ഒരു ക്യാമറ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിലേക്ക് അങ്ങനെ വന്നാൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇതിലെ ക്യാമറ ടെക്നിക്കലി തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ഈ റീസെൻ്റ്ലി കണ്ട ഷോഗൺ പോലെയുള്ള സീരീസിലും അല്ലെങ്കിൽ നമ്മുടെ പുവർ തിങ്സ് പോലത്തെ പടത്തിലൊക്കെ എടുത്തിട്ടുള്ള അതേപോലത്തെ ക്യാമറാസ് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യും, ബാക്കി എല്ലാവരും തന്നെ ഒരു കർവ്ഡ് ആയിട്ട് ബ്ലർ ചെയ്യുന്ന ഒരു ടെക്നിക്ക്, അനമോർഫിക്, അങ്ങനത്തെ എൻ്റെ പേര്. സോ അങ്ങനത്തെ കുറേ വിഷ്വലിയും കുറേ വ്യത്യാസങ്ങൾ കൊണ്ടുവരും. ഞാൻ ഡ്രാഗൺസ് തമ്മിലുള്ള ബാറ്റിൽസ് ഒരുപാട് നമ്മൾ കണ്ട ഒരു സീസണായിരുന്നു. അതിൽ തന്നെ അതിൻ്റെ ആ ഒരു വാസ്റ്റ്നെസ്സിൽ ആ ഒരു സ്കെയിലും കാണിക്കാൻ പറ്റുന്നതാണ് എന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പോൾ 2 ഡ്രാഗൺസ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അതിനിടയിൽ വേഗാർ വരുമ്പോൾ വേഗാറിനുള്ള ആ ഒരു വാസ്റ്റ്നെസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്രാൻഡ് സ്കെയിൽ, അത് ആൾക്കാർ കണ്ട് അന്നം വിട്ടിറങ്ങി അത് നമുക്ക് ഫീൽ ചെയ്യണം. ആ ഫീല് നമുക്ക് അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് റൂക്സ് ക്രിസ്റ്റൽ ബാറ്റിലൊക്കെ അത് നിലത്ത് കാല് പതിക്കും, അതിൻ്റെ ആൾക്കാർ എത്ര ചെറുതാണെന്നുള്ളത് അതിൻ്റെ അടക്കം ആ ഒരു സ്കെയിലിംഗ് ഒക്കെ അടിപൊളിയാണ്. സോ മൊത്തത്തിൽ എല്ലാ ആസ്പെക്ട്സിലും അടിപൊളിയായിട്ടുള്ളൊരു സീസണായിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് ഇനി അടുത്ത സീസൺ ഓൾറെഡി റിന്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് 2-3 വർഷം എടുക്കും മിനിമം. ദെൻ ഇതൊരു കംപ്ലീറ്റ് ചെയ്യും, അത് അധികം വലിപ്പിക്കുന്നില്ല. ഒരു 3-4 സീസണോടെ കംപ്ലീറ്റ് ആയിട്ട് വൈൻഡപ്പ് ചെയ്യും. ആൻഡ് അടുത്ത സീസണിൽ ഒരുപാട് വലിയ ക്യാരക്ടറിനെത്തും.
ഒരുപാട് വലിയ ഗംഭീര ബാറ്റിൽ സീക്വൻസുകളൊക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ മുന്നോടിയാണ് ഇതിൻ്റെ എൻ പോർഷൻ നമ്മൾ കണ്ടു. പല പല സ്ഥലത്തു നിന്നും പല പല ആർമീസ് വരുന്നുണ്ട്. സോ ആ ഒരു സെറ്റപ്പിനുള്ള അല്ലെങ്കിൽ ആ ഒരു നമ്മൾ എയിം ചെയ്യുന്ന സാധനത്തിനുള്ള എല്ലാം തന്നെ അടുത്ത സീസൺ കിട്ടുന്നുള്ള ഉറപ്പാണ്. ദെൻ ക്യാരക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലോട്ട് മാറ്റുന്നു. എന്താണ് ഗെയിം ഓഫ് ത്രോൺസ് നമുക്കറിയാം, അത് തന്നെയാണ് ഈ ഹൗസ് ഓഫ് ഡ്രാഗൺ. അങ്ങോട്ട് ഇങ്ങോട്ട് എപ്പോഴാണ് ആരാണ് കാലി മാറുക, ആര് കാലി വാരുക എന്നൊന്നും അറിയില്ല. സോ അങ്ങനത്തെ ഒരുപാട് ഇൻട്രൂഗിങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻസും സ്ട്രാറ്റജീസും ഒക്കെ തന്നെ അടുത്ത സീസണിലും അങ്ങനെ ഒരുപാട് സർപ്രൈസുകൾ നിറഞ്ഞായിരുന്നു സീസൺ 2. ഒരുപാട് സർപ്രൈസുകൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് സീസൺ 3യിലും. സോ ഞാൻ ഭയങ്കര ആൻറ്റിസിപ്പേറ്റഡ് ആണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഐ തിങ്ക് 2026-27 ആവും തോന്നുന്നുണ്ട്. അതായത് അടുത്ത അവഞ്ചേഴ്സൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും ഇതിൻ്റെ സീസൺ 3 ഒക്കെ ഇറങ്ങുക. സ്റ്റിൽ ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഇതിന് എക്സ്പ്ലനേഷൻ ആയിട്ട് വരാം. സോ ഈ സീസൺ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് തറവായിട്ട് സ്റ്റെപ്പ് ബൈ ഓരോ എപ്പിസോഡായിട്ട് ഫോളോ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.